കഴിഞ്ഞ ആഴ്ച മൂന്നാറിൽ വെച്ചിട്ട് നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇവിടെ ചാർജൊക്കെ തീർന്ന് വഴിയിലാകെ പെട്ടിട്ടുള്ള ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യം തന്നെ നമ്മുടെ ആ നല്ല സബ്സ്ക്രൈബേഴ്സിന് ഒരു താങ്ക്സ് പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, ബ്രോ ഇലക്ട്രിക് വണ്ടി കെട്ടിവലിക്കാൻ പാടില്ല, ബ്രോ ചെയ്തിട്ടുള്ളത് മണ്ടത്തരമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ വണ്ടിയുടെ മോട്ടോറിനോ അല്ലെങ്കിൽ ട്രാൻസ്മിഷനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കമ്പനി അതിൻ്റെ വാറണ്ടി പോലും നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് വണ്ടിയുടെ യൂസർ മാനുവൽ എടുത്ത് ചെക്ക് ചെയ്ത സമയത്താണ് അതിൽ 251 പേജിൽ പറയുന്നുണ്ട് വണ്ടിയുടെ ടോയിങ്ങിനെ കുറിച്ചിട്ട്. ഇലക്ട്രിക് വണ്ടിയിൽ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് വണ്ടി നിങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ 2 ടയറും റോട്ടിൽ തന്നെ പതിഞ്ഞിട്ടാണ് നിങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റീജനറേറ്റീവ് സിസ്റ്റം വർക്കിംഗ് ആവും. നോർമൽ കേസിലെ പോലെ അല്ലല്ലോ ഇപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ കെട്ടി വലിച്ചു പോകുന്ന സമയത്ത് ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന ഈ എനർജി വണ്ടിയുടെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈവ് മോഡിലുമാണ് വണ്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടോറിനും അതേപോലെ തന്നെ ട്രാൻസ്മിഷനും ഗുരുതര പരിക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രിക് വണ്ടികൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. അതായത് പുതിയ ടെക്നോളജിയിൽ വരുന്ന എല്ലാ ഐസ് എഞ്ചിൻ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ്, ഓട്ടോമാറ്റിക് വെഹിക്കിൾസ്, ഇതിനെല്ലാം ഈ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഇതിന് പറ്റിയ ഒരു സാഹചര്യം ഇന്നലെ മുമ്പിൽ വന്ന് പെട്ടത്. നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ എടുത്തിട്ട് എൻ്റെ പെങ്ങളും കുടുംബവും അവരുടെ പുതിയ ഇലക്ട്രിക് വണ്ടിയായിട്ടുള്ള നെക്സോൺ EV എടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുള്ള ഇലക്ട്രിക് ഷോറൂം ഉണ്ടല്ലോ, അവിടേക്ക് പോയതാ. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ആ ബൈപ്പാസ് റോഡിൽ വെച്ചിട്ട് വണ്ടിയുടെ ഗിയറ് മാറാത്തൊരു കേസ് വന്നു. അവരെനിക്ക് വിളിച്ചിട്ട് നിനക്കിപ്പോൾ കെട്ടി വലിക്കുന്നതിലൊക്കെ വളരെ എക്സ്പീരിയൻസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ഓട്ടോയിലും കയറിയിട്ട് അവരുടെ EV എടുക്കാനുള്ള പോക്ക് പോയി. നമ്മുടെ EV എടുത്തിട്ട് അവിടെ ചെന്നപ്പോൾ ആദ്യം കുറേ കൺഫ്യൂഷനായി. പെങ്ങളുടെ ചെറുക്കനും ഉണ്ട് അവിടെ. ഒരേ നിർത്തം ഇതാ ബൈപ്പാസ് ടൗണ്, ഇത് മാമ വന്നു സ്കോർപിയോ അതാ. എന്താ ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ട് ആ ബൈപ്പാസിൽ നിന്ന് നമ്മുടെ പെരിന്തൽമണ്ണുള്ള ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ പാടപ്പോൾ എങ്ങനെ ഇത് കെട്ടിവലിച്ച് കൊണ്ടുപോവുക? ഇലക്ട്രിക് വണ്ടി പിന്നെ പ്രത്യേകിച്ചും പറയാട്ടോ, കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റം ആലോചിക്കേ വേണ്ട. അതും പ്രത്യേകിച്ച് മറ്റൊരു വണ്ടി. ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് റിക്കവറി വാൻ്റെ നമ്പേഴ്സൊക്കെ നമുക്ക് കിട്ടും. അതിലൊക്കെ ജസ്റ്റ് വിളിച്ചിട്ട് അവരോട് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മുടെ വണ്ടി അവിടെ വന്നിട്ട് അവരെടുത്ത് പൊക്കി കൊണ്ടുവരും. ഇതറിയായിട്ടല്ല, നമ്മുടെ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. അതായത് ബജാജിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ബജാജ് ഫിൻസർവിൻ്റെ ഇൻഷുറൻസ് ആണ് സ്കോർപിയോക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് അത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏജൻറ്റിനോട് അതിൽ പറഞ്ഞിരുന്നു ഇതിൽ 24/7 സ്പോട്ട് അസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്. അതെന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ലെങ്കിലും അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പറൊക്കെ അതിന് കണ്ടെത്തിയിട്ട് അതിലോട്ടും ജസ്റ്റ് അടിച്ചു നോക്കി. ആ സമയത്തും എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊക്കെ വെറും തട്ടിപ്പാണ്, അതിലൊന്നും വിളിച്ചിട്ട് കാര്യമല്ല. അവർ ഇൻഷുറൻസിൻ്റെ സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടാനുള്ള വല്ല പരിപാടി ആയിരിക്കും. വെറുതെ ഇതിന് സമയം കളഞ്ഞു പോകുമോ എന്നുള്ളതൊക്കെ മനസ്സിലുണ്ട്. എന്തായാലും കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടുന്ന് ഇംഗ്ലീഷ് സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. നമുക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. നല്ല ബെസ്റ്റ് സപ്പോർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ഫാദറിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് കിടക്കുന്നത്, ആ ഇൻഷുറൻസ് പോളിസി നമ്പർ ചോദിച്ചു. അതിനുശേഷം ഫാദറിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് എങ്കിലും എൻ്റെ നമ്പറിലോട്ട്, സാധാരണ ഫാദറിൻ്റെ പേരിലാണ് ഇൻഷുറൻസ്, ആ നമ്പറിൽ മാത്രമേ ഉള്ളൂ അവർ ഈ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിടുക. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എൻ്റെ വിളിക്കുന്ന നമ്പറിലോട്ട് അവർ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ലിങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ലൊക്കേഷൻ അതിൽ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് വീണ്ടും വന്നത്. ആകെ എത്ര പ്രൊസീജിയറുള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അതിനുശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് വെറും 75 മിനിറ്റിൻ്റെ ഉള്ളിൽ റിക്കവറി വാൻ്റെ ആൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നും പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റിക്കവറി വാൻ്റെ ആൾ എന്നെ കോൺടാക്ട് ചെയ്തു. അയാളെ വാട്സപ്പ് നമ്പറിലോട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പ്രോപ്പറായിട്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൂടിയും ടൈം എടുത്തിട്ടില്ല. പെരിന്തൽമണ്ണുള്ള തിരൂർക്കാട് ഭാഗത്ത് നിന്ന് നമ്മളെ തേടിയിട്ട് മലപ്പുറം ബൈപ്പാസിലോട്ട് അവരുടെ റിക്കവറി ട്രക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ഈ റിക്കവറി ട്രക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ EV ആണെങ്കിലും ശരി മറ്റുള്ള ഐസ് എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് വണ്ടികളൊക്കെ കയറ്റി കൊണ്ടുപോകേണ്ടത്. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ടോയിങ് മെത്തേഡ്. അവർ ജസ്റ്റ് വന്നിട്ട് ഇനി പോകാത്ത വണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ ഈ വണ്ടി ഗിയറിലോട്ട് മാറുന്ന പോലും ഇല്ല. ഇനി ഗിയറിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫിലിട്ടിട്ട് ഗിയറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഔട്ടിയിട്ട്. ആ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചൊന്നും ഇങ്ങനെ താഴി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നല്ലാതെ നമുക്ക് ആ വണ്ടി മുന്നോട്ട് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു.
അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് വണ്ടി ന്യൂട്രലിൽ ഇട്ടോന്ന് പറഞ്ഞു. ന്യൂട്രലിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി ഇട്ടത്. അത് ജസ്റ്റ് ഒരു ഹുക്ക് ഉണ്ട്, ആ ഹുക്ക് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്തു. അയാളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതോടുകൂടെ തന്നെ ആ ഹുക്കും റോപ്പും കൂടെ നമ്മുടെ സ്കോർപ്പിയോനെ വലിച്ച് ആ ട്രക്കിൻ്റെ മുകളിലോട്ട് കയറ്റി. ഏകദേശം 25 കിലോമീറ്ററോളം ആ ട്രക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്കോർപ്പിയോ കയറ്റിയിട്ട് പെരിന്തൽമണ്ണ ഉള്ള മേഘ മോട്ടോഴ്സിൽ നമ്മുടെ സ്കോർപ്പിയോ എത്തിച്ചു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ അയാളുടെ ട്രക്കിൻ്റെ മുകളിലുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു, ഈ ഫോട്ടോ ഓൺലൈനിൽ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്താലുള്ളൂ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എനിക്കുള്ള പേയ്മെൻറ്റ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനും ചോദിച്ചു, മലപ്പുറം ഭാഗത്ത് നിന്ന് ഈ പെരിന്തൽമണ്ണ വരെ ഇങ്ങനെ ടോ ചെയ്ത് കൊണ്ടുവരാനുള്ള ചാർജ് എത്രയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം 3300 രൂപയോളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കാറ് എന്നാണ്. എനിക്കാണെങ്കിൽ ഈ എമൗണ്ട് വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ EVയുടെ കേസിൽ വന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ സംഭവം ഞാൻ അതിൽ കട്ട് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ടോയിങ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എന്തിനാ ഇൻഷുറൻസിലും ഈ ഫെസിലിറ്റി വെറുതെ ഓണാക്കിയിടുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അന്ന് അവിടെ ഞാൻ കമ്പനിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഏകദേശം 3 മണിക്കൂറോളം എടുക്കും ആ ലൊക്കേഷനിലോട്ട് അവർക്ക് എത്തിപ്പെടാൻ എന്നാണ്. എന്നാൽ അന്ന് എനിക്കൊരു സെക്കൻഡറി ഓപ്ഷൻ ഇല്ല. ഇൻഷുറൻസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻഷുറൻസ് വഴിയും എനിക്ക് ടോയിങ് ഫെസിലിറ്റിക്ക് വേണ്ടി ഒന്ന് കോൾ ചെയ്ത് നോക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഒരു 350-400 രൂപയുള്ളൂ നമ്മളെ പ്രീമിയത്തിൽ ആകെ കൂടി വരുള്ളൂ. അത് നിങ്ങളെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അവിടെ ഐസ് എഞ്ചിൻ വണ്ടിയാണ്, പെട്രോള്, ഡീസൽ, ഹൈബ്രിഡ്, ഇലക്ട്രിക് അങ്ങനെയുള്ള വകഭേദമൊന്നുമില്ല. എല്ലാ വണ്ടിയുടെയും ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഈ കാര്യം നിങ്ങൾ ടിക്ക് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ടോയിങ് മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതല്ലാതെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള 2 ടയറും നമുക്ക് ലിഫ്റ്റ് ചെയ്ത് പൊക്കിയിട്ട് വേണമെങ്കിൽ ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനത്തെ കേസിലും വണ്ടിയുടെ മോട്ടറിന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ടോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഫ്രണ്ടിലുള്ള 2 ടയറും പൊക്കിയിട്ടുള്ള ആ ഒരു ടോയിങ് മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഏതായാലും നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ കുറേ ഓടിച്ചു, അത് കഴിഞ്ഞിട്ട് കുറേ ലോങ്ങും കാര്യങ്ങളൊക്കെ വണ്ടി കൊണ്ട് പോയി നോക്കി, ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് ആ ടോ ചെയ്യുന്ന ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, വെറും 1-2 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ റോപ്പ് പൊട്ടിപ്പോയി. പിന്നീട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കയറ് പൊട്ടിയത് ഏച്ചൂട്ടി കെട്ടിയിട്ടില്ല. ഓടിനോടത്തോളം ഓടട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ സേഫ്റ്റിക്കാണെങ്കിൽ മുമ്പിൽ ആ ബൊലേറോ ഉണ്ടല്ലോ. അങ്ങനെ കുറേ സെൽഫായി ഓടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടിയിൽ 6% ഒരു പരന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടാണ് ആ കയറ് ഏച്ചു കൂട്ടിയിട്ട് വീഡിയോയിലുള്ള വലിച്ചു കൊണ്ടുപോലൊക്കെ. അതായത് ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബൊലേറോയിൽ കെട്ടി വലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം കേട്ടോ നമ്മുടെ ഭാഗ്യം എന്ന് പറയാലോ, വണ്ടിക്ക് ഇതുവരെയും ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, മുന്നുള്ള ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന പരിപാടി ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക. അത് നമ്മുടെ സാഹചര്യം അതല്ലെങ്കിൽ അറിവില്ലായ്മ അതുകൊണ്ടൊക്കെ സംഭവിച്ചു പോയതാണ്. എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകേണ്ട സേഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.